ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബ്രാക്കിയോസോറസ് എന്ന ദിനോസറെ പറ്റിയാണ്. ജുറാസിക് കാലഘട്ടത്തിൻ്റെ അവസാന കാലത്ത് ഭൂമിയിൽ വസിച്ചിരുന്നതും ഇന്ന് നാമാവശേഷമായതുമായ സസ്യഭുക്കുകളായ ദിനോസർ വർഗമാണ് ബ്രാക്കിയോസോറസുകൾ. ദിനോസർ വർഗത്തിൽ ഏറ്റവും നീളം കൂടിയ ഇനങ്ങളിൽ ഒന്നായ ബ്രാക്കിയോസോറസിൻ്റെ തലഭാഗം മുതൽ വാലറ്റം വരെയുള്ള നീളം ഏകദേശം 70 അടിയോളം വരും. ഗ്രീക്ക് ഭാഷയിലെ കൈ എന്നർത്ഥമുള്ള ബ്രാക്കിയോൺ എന്ന പദവും പല്ലി എന്നർത്ഥമുള്ള സോറസ് എന്ന പദവും കൂട്ടിച്ചേർത്താണ് ബ്രാക്കിയോസോറസ് എന്ന പേര് ഉണ്ടാക്കിയത്. ഇവയുടെ മുൻകാലുകൾക്ക് അസാധാരണമായ നീളമുള്ളതിനാൽ ഇവയെ മഹാബാഹുക്കൾ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നു. ബ്രാക്കിയോസോറസിൻ്റെ ശരീരഭാരം ഏകദേശം 33 ടൺ മുതൽ 88 ടൺ വരെയാണ് എന്നാണ് കണക്കാക്കിയിരുന്നത്. ബ്രാക്കിയോസോറസുകൾ പൊതുവെ അലസഗമനരും മന്ദഗതിക്കാരുമാണ്. ഈ ഒരു കാരണത്താൽ ശത്രുവിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഇവയ്ക്ക് സാധിക്കാറില്ല. വളരെ ചെറിയ തലച്ചോറുള്ള ഈ ജീവി ബുദ്ധിപരമായും വളരെ പിറകിലാണ്. വളരെ നീളമുള്ള കഴുത്തിൻ്റെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയ ശിരസ്സിലെ തലച്ചോറ് ഏതാനും ഔൺസ് മാത്രമേ വരികയുള്ളൂ. നാസാദ്വാരങ്ങൾ തലയുടെ മുകൾ വശത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവയ്ക്ക് നല്ല ഘ്രാണശക്തിയുണ്ട്. തടിച്ച ചാട്ട പോലെയുള്ള വാൽ ബ്രാക്കിയോസോറസിൻ്റെ പ്രത്യേകതയാണ്. തടിച്ച ബലവത്തായ കാലുകളിൽ നഖങ്ങളുണ്ട്. താഴെയും മുകളിലും 26 പല്ലുകൾ വീതമുള്ള ദന്തധരിയാണ് ബ്രാക്കിയോസോറസിൻ്റേത്. സസ്യഭുക്കുകളായ ഈ സാധുജീവികൾ പ്രധാനമായും ചതുപ്പ് ജലങ്ങൾക്കടുത്തായാണ് വാസം ഉറപ്പിച്ചിരുന്നത്. അമേരിക്കൻ ഐക്യനാടുകളിലെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ നിന്നും കിഴക്കൻ ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ നിന്നും ആണ് ബ്രാക്കിയോസോറസുകളുടെ ഫോസിലുകൾ പ്രധാനമായും കണ്ടുകെട്ടിരിക്കുന്നത്. വളരെ ശാന്തമായ ജീവിത രീതി ഇഷ്ടപ്പെട്ടിരുന്ന ബ്രാക്കിയോസോറസുകൾ കൂട്ടമായാണ് ജീവിച്ചിരുന്നത്. അവയുടെ ആവാസ മേഖലയിൽ ഭക്ഷണത്തിന് ദൗർലഭ്യം അനുഭവപ്പെടുമ്പോൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി അവ കൂട്ടത്തോടെ യാത്ര ചെയ്തിരുന്നു. ഇത്തരം യാത്രകളിൽ മുറിവേറ്റവയെയും രോഗബാധിതർ ആയവരെയും അവ ഉപേക്ഷിച്ച് പോകാറാണ് പതിവ്. കാരണം കനത്ത ശരീരവും സാവധാനത്തിൻ്റെ മാത്രം നടക്കാൻ കഴിയുന്ന ശരീരപ്രത്യേകതകൾ ഉള്ളതിനാൽ സ്വയം സഞ്ചരിക്കാൻ തന്നെ അവ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. ഇവയുടെ നീണ്ട കഴുത്ത് ഉപയോഗിച്ച് മരങ്ങളിലെ ഉയർന്ന ഇലകൾ, ചെറുകൊമ്പുകൾ, മുല്ലകൾ തുടങ്ങിയവ കഴിക്കുമായിരുന്നു. പ്രതിദിനം 100 കണക്കിന് കിലോഗ്രാം ഇലകൾ ഇവ കഴിച്ചിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. ഇവയുടെ മുൻകാലുകൾ പിന്നിലുള്ള കാലുകളേക്കാൾ നീളമുള്ളതിനാൽ ശരീരം മുന്നോട്ട് ഉയർന്ന നിലയിലാണ്. നീണ്ട കഴുത്തും വലിയ ശരീരവുമാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. ചെറുതായ തല ഉള്ളതുകൊണ്ട് വലുതായ ശരീരത്തോടൊപ്പം അത് ബാലൻസായി നിലനിന്നിരുന്നു. ഇവ സാധാരണയായി കൂട്ടങ്ങളായാണ് ജീവിച്ചിരുന്നത്. അതുവഴി ശത്രുക്കളിൽ നിന്ന് സുരക്ഷ നേടിയിരുന്നു. വലിയ വലിപ്പം കാരണം ഇവയ്ക്ക് പ്രത്യക്ഷമായ ശത്രുക്കൾ വളരെ കുറവായിരുന്നു. എങ്കിലും വലിയ മാംസഭോജി ഡൈനോസറുകൾക്ക് കുഞ്ഞുങ്ങളെ ആക്രമിച്ചേക്കാം. ഇവയുടെ മന്ദഗതിയിലുള്ള നടപ്പിലാണ് കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നത്. ബ്രാക്കിയോസോറസ് മുട്ടയിടുന്ന ജീവിയായിരുന്നു. ബ്രാക്കിയോസോറസ് വലിയ നിലത്തുള്ള കുഴികളിൽ മുട്ടയിടുമായിരുന്നു. മുട്ട വിരിഞ്ഞ ശേഷം കുഞ്ഞുങ്ങൾ സ്വയം ജീവിക്കേണ്ടതായിരുന്നു. മാതാപിതാക്കളുടെ പരിചരണം കൂടുതലായി ഉണ്ടായിരുന്നില്ല. ഇവയുടെ നാശത്തിന് കാരണമായി പറയുന്നത് കാലാവസ്ഥ മാറ്റവും വൻ ആസ്ട്രോയിഡ് ഇടിയും മറ്റുമായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ശാസ്ത്രജ്ഞരുടെ കണക്കനുസരിച്ച് ഇവയുടെ ആയുസ് ഏകദേശം
80-100 വർഷം വരെ ആയിരുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.